വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ സ്വയം കയറിൽ കെട്ടിത്തൂങ്ങി മരിച്ചതാണെന്ന് CBI തന്നെ കണ്ടെത്തിയ സിദ്ധാർത്ഥിന്റെ പിതാവിനെ വെച്ച് ഇന്നലെ വീണ്ടും ഒരു രാഷ്ട്രീയ കളി കളിച്ചു. എൻ്റെ മകനെ കൊന്ന അതേ കൂട്ടരാണ് കോട്ടയം നഴ്സിംഗ് കോളേജിലും റാഗിംഗ് നടത്തിയതെന്നായിരുന്നു മകനെ നഷ്ടപ്പെട്ട ആ പിതാവിനെ കൊണ്ട് മനോരമ തീർത്ത വിലാപകാവ്യം. അതിന് തലേന്ന് ഇതേ വിശരമ കൊടുത്ത 1-ാം പേജ് വാർത്ത പൊളിഞ്ഞ് പാളിസായപ്പോൾ മലക്കം അറിയാനുള്ളതായിരുന്നു പിതാവിനെ വെച്ചുള്ള കളി. CPM അനുകൂല വിദ്യാർത്ഥി സംഘടനയുടെ ഒരു സംസ്ഥാന നേതാവ് അടങ്ങുന്ന സംഘമാണ് റാഗിങ്ങിന് പിന്നിലെന്നായിരുന്നു ആ സൃഷ്ടി. എന്നാൽ ആ കോളേജിൽ SFIക്ക് യൂണിറ്റ് പോലുമില്ല. അപ്പോൾ അത് SFI ആണെന്ന് സമർത്ഥിക്കാൻ എന്താണ് വഴി? അതിനാണ് മനോരമയുടെ തിത്തയ്യം കളി. ഇതിനെല്ലാമുള്ള മറുപടിയാണ് SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ ഇന്നലെ നൽകിയത്. അത് മനോരമ ന്യൂസിൽ ലൈവായി നൽകിയത് അവർക്ക് പറ്റിയ കയ്യബദ്ധമാകാനേ വഴിയുള്ളൂ. അതൊന്ന് കേൾക്കാം. പൂക്കോട് വിഷയം ഉണ്ടായ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിൽ പെട്ട ചിലർ അതിലുണ്ടായിരുന്നു. 3-4 ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യും, അവരെടുത്ത് പുറത്താക്കുകയും ചെയ്ത ആളുകളാണ് ഞങ്ങൾ. അത് കഴിഞ്ഞും നിങ്ങൾ ഈ വിദ്യാർത്ഥി സംഘടനയെ കുരിശിൽ കയറ്റുന്നതിന് വേണ്ടി, ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ക്യാപിറ്റൽ പനിഷ്മെന്റ് നടത്തുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ വളഞ്ഞിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്. നിങ്ങൾ വല്ലാതെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളിൽ പല ഘട്ടത്തിലും പലതും ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ സൃഷ്ടിച്ച, പൊതുസമൂഹത്തിന് മുൻപിൽ നിങ്ങൾ സൃഷ്ടിച്ച വൈകാരിക പ്രതലുണ്ടായിരുന്നു. അതിന്റെയൊക്കെ പുറത്ത് പലതും ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പലതും ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ട്. അല്ല, ഞാനിത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. പലതും ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ട്. ഇതേ വിഷയം ഇവിടെ CBI അന്വേഷിച്ചില്ലേ? ഇവിടെ വലിയ സമരങ്ങൾ നടത്തി CBI കൊണ്ടുവന്നു. CBI അന്വേഷിച്ചു. മാസങ്ങളോളം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത കേസിനകത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചു കോടതിയിൽ. ആ കുറ്റപത്രം ഒരു ദിവസമെങ്കിലും ചർച്ചയ്ക്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറായ എത്ര മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്? ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടല്ലോ. എന്താ CBIയുടെ കണ്ടെത്തൽ? വലിയ സമരങ്ങൾ നടത്തി കൊണ്ടുവന്ന CBI അല്ല. എന്താ കണ്ടെത്തൽ? ചർച്ച ചെയ്തോ നിങ്ങൾ? ആ CBI കൊടുത്ത കുറ്റപത്രത്തിൽ ഈ പറഞ്ഞ പോലെ ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തി. അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. നിങ്ങളൊക്കെ പറഞ്ഞത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി SFI എന്നുള്ളതായിരുന്നല്ലോ, ഇല്ലേ? ഡൽഹി എയിംസിലേക്ക് അയച്ച മെഡിക്കൽ പരിശോധനയുടെ ഫലം വന്നു. ആ റിപ്പോർട്ട് വന്നു. നിങ്ങൾ ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. എവിടെയെങ്കിലും SFI എന്ന 3 അക്ഷരങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയോ? പൂക്കോട് വെറ്റിനറി കോളേജിലെ ഒരു പെൺകുട്ടിയെ പലയാവർത്തി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് CBI കണ്ടെത്തലല്ലേ? ഇവിടുത്തെ KSU MSF ഒക്കെ സമരം നടത്തിയിട്ട് കൊണ്ടുവന്ന CBI നടത്തിയ കണ്ടെത്തലല്ലേ? എന്താ CBIക്കെതിരെ, CBIയുടെ കണ്ടെത്തൽ തെറ്റായിരുന്നു എന്നുണ്ടെങ്കിൽ CBIക്കെതിരെ സമരം നടത്താനോ പ്രസ് മീറ്റ് നടത്താനോ ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ ഇക്കൂട്ടരൊന്നും തയ്യാറാവാതിരുന്നത്? ഇതൊന്നും ഞങ്ങൾ പൊതുസമൂഹത്തിന് പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങള്. പക്ഷെ ഒരു വിദ്യാർത്ഥി സംഘടനയെ നുണയങ്ങ് പ്രചരിപ്പിച്ച് ഉന്മൂലനം ചെയ്ത് കളയാമെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇതിനെയാണ് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുക എന്ന് പറയുന്നത്. ഇവിടെ മനോരമ എന്ന വിഷരമ്മ ഉൾപ്പെടെയുള്ള മാധ്യമ വിഷജീവികൾ ഒഴുക്കിയ വിഷം ഒറ്റയടക്കി ഇറക്കിപ്പിച്ചു എന്ന് മാത്രമല്ല, വിഷജീവികളുടെ നടുവ് നോക്കി ആഞ്ഞടിക്കുകയും ചെയ്തു. സിദ്ധാർത്ഥിനെ തൂക്കിക്കൊന്നു എന്ന നുണയാണ് CBI അന്വേഷണത്തിലൂടെ ആദ്യം പൊളിഞ്ഞത്. അത് മാത്രമോ, അവിടെ ഒരു വിദ്യാർത്ഥിനിയെ തുടർച്ചയായി ആക്രമിച്ചതിനെ കുറിച്ചും CBI റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് മാത്രമല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ടും വന്നു. രണ്ടിടത്തും ഒരിടത്തും ഈ കോളേജിൽ വിദ്യാർത്ഥി സംഘടനകളുടെ രാഷ്ട്രീയ സംഘർഷത്തെക്കുറിച്ച് പറയുന്നില്ല. തൂങ്ങി മരണത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ പറയുന്നില്ല. SFIക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പങ്ക് പറയുന്നില്ല. തൂങ്ങി മരണത്തെ തൂക്കിക്കൊലയാക്കി ആഘോഷിച്ചവർ പക്ഷെ ഇതെല്ലാം മുക്കി. അതിനെല്ലാമുള്ള കർണത്തടി കൂടിയാണ് ആർഷോ ആർജവത്തോടെ നിറവേറ്റിയത്.